പക്കയായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ എന്ത് കാര്യം വന്നാലും അവൻ പറയണ പോലെ ചെയ്യണം. അല്ല, പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അനാഥാലയത്തിൽ പോയി രോഗികളെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വചനത്തിൽ അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ നമ്മൾ കൈ പൊള്ളിപ്പോയി, ശരി, അപ്പൊ ബെർണോള് തൂക്കണം, ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പൊടിക്കൈ എന്താണെന്ന് ബൈബിളുണ്ട്, അതേ ചെയ്യാൻ പറ്റും, അതേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുറത്തു പോകും. നിങ്ങൾ ആ വെല്ലുവിളികളിലെല്ലാം ഉടമ്പടിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എന്താ കാര്യം? ചില വെല്ലുവിളികള് നമ്മുടെ നിലവിലുള്ള പവർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ദൈവത്തിന് അറിയാവുന്ന ഒരു ദൈവം അറിഞ്ഞിട്ട് അതിന് സമാധാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില വെല്ലുവിളികള് നമ്മളുടെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും. അതിനാണ് പറയണത് എന്താണ്? മെരിറ്റ്, നമ്മുടെ മെരിറ്റ്. ചില വെല്ലുവിളികള് നമ്മുടെ മെരിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ഫോർമുല വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ്, നോട്ട് ബൈ ഗ്രേസ്. അതാണ് നമ്മൾ എഫേസ്യർ 2:8 അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം.